പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ അവസാന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമ്പിനും വില്ലിനും അടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയെ വട്ടം കറക്കുകയാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം ഫണ്ട് ബി.ജെ.പിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നേരായ മാർഗത്തിലൂടെ വോട്ട് നേടാനായില്ലെങ്കിൽ ബി.ജെ.പി വോട്ട് വില കൊടുത്ത് വാങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് മണത്തറിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹോട്ടലുകളിൽ താമസിക്കുന്നതിനും വാഹനങ്ങൾക്കും ഇ.സി നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി.ജെ.പിയുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. ധ്യാനത്തിന് പോകാൻ ഇരിക്കുന്നതുകൊണ്ടാവാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കാര്യമായി കാണേണ്ട എന്നതാണ് ഒരുപക്ഷെ രാജീവ് എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കരുതിയിട്ടുണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ വഴിവിട്ട ഫണ്ട് ചെലവഴിക്കാൻ നടക്കില്ല എന്ന് തന്നെയാണ് കമ്മീഷൻ ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക കാർഡ് തന്നെ കമ്മീഷൻ പുറത്തിറക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും ബി.ജെ.പിക്ക് കണക്ക് കാണിക്കേണ്ടി വരികയാണ്. അതായത് ഭക്ഷണത്തിനുള്ള നിരക്ക് ചോളെ കുൽച്ചെ, ചോളെ ഭട്ടൂര എന്നിവയ്ക്ക് യഥാക്രമം 35 രൂപയും 40 രൂപയുമാണ്. സമൂസ, ബ്രെഡ് പക്കോറ, ലഡു, ഗുലാബ് ജാമുൻ എന്നിവയ്ക്ക് 12 രൂപ. 100 മില്ലി ചായക്ക് 6 രൂപ. അതേ അളവിലുള്ള കാപ്പിക്ക് 12 രൂപ. ഫുൾ മീല് ഒരു പ്ലേറ്റിന് 70 രൂപയിൽ കവിയരുത്. ടാറ്റ സുമോ, ടൊയോട്ട ഇന്നോവ, മഹീന്ദ്ര, സ്കോർപിയോ തുടങ്ങിയ വാഹനങ്ങളുടെ നിരക്ക് പ്രതിദിനം 2421 രൂപയാണ്. ഒരു സാധാരണ കാറിന് പ്രതിദിനം 1499 രൂപയാണ് പരിധി. ഇരുചക്ര വാഹനത്തിന് 84 രൂപയാണ് പരമാവധി ചെലവ്. റോഡ് ഷോയ്ക്ക് മൃഗങ്ങളെ വാടകയ്ക്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു കുതിരയുടെ പരമാവധി നിരക്ക് പ്രതിദിനം 3075 രൂപയും ആനയ്ക്ക് 6150 രൂപയുമാണ്. സ്ഥാനാർത്ഥികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുമതി തേടേണ്ടതുണ്ട്. പൂമാലകൾക്കും നിരക്കുകളുടെ പരിധിയുണ്ട്. ഓരോ ചെറിയ മാലയ്ക്കും 20 രൂപയിൽ കൂടരുത്. അതേസമയം 10 അടി മാലകൾക്ക് 1500 രൂപയിൽ കൂടരുത്. സ്റ്റേജ് ഡെക്കറേഷനായി ഉപയോഗിക്കുന്ന പൂക്കൾക്ക് ചതുരശ്രയടി 35 രൂപയാണ് വില. പ്രചാരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനും കസേര, മേശ, ടെന്റ്, ജനറേറ്റർ എന്നിവയ്ക്കുള്ള ദിവസ വാടക ഉൾപ്പെടെ കമ്മീഷൻ നിശ്ചയിച്ചിട്ട് നൽകിയിട്ടുണ്ട്. 2000-ന് മുകളിൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിന് ദിവസം 30,000 രൂപ വരെ ചെലവാക്കാം. 250-ൽ താഴെ ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിന് 6150 രൂപയിൽ കൂടുതൽ ചെലവാക്കരുത്. പാർട്ടി ഓഫീസുകളിൽ ഉൾപ്പെടെ എഴുതാൻ ഉപയോഗിക്കുന്ന പേന 6 രൂപ വിലയുള്ളത് മതി. സ്ഥാനാർത്ഥി തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ചെലവുകളുടെ കണക്കെടുപ്പ് ആരംഭിക്കുന്നു. 2 തീയതികളും ഉൾപ്പെടെ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന ദിവസം ഇത് അവസാനിക്കും. ഫെബ്രുവരി 8-ന് ഫലം പ്രഖ്യാപിക്കും.